ബഹുമാനെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം കയറി വരുന്നത് 9:30 അപ്പം ഞാൻ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്ന് എന്നോടാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇന്ന മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇറങ്ങി വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു, എന്തുകൊണ്ട് വിഷയം ചോദിച്ചു. ഒരുമിച്ച് മുറ്റത്തോട്ടിറങ്ങി ഡോറ് തുറന്നു. മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ അദ്ദേഹം കയറി. എവിടുന്നാ 50 മീറ്റർ അല്ലെ 100 മീറ്റർ തൊട്ടപ്പുറത്ത് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ സാറോ സുകുമാരൻ നായർ സാറോ ഏതെങ്കിലും ഒരു ബിഷപ്പോ കയറിയാൽ കേരളത്തിൽ എന്താ രാഷ്ട്രീയ പൊട്ടിത്തെറിയുണ്ടാവും. ഒരു യാദൃച്ഛികമായ ഒരു സംഭവത്തെ അങ്ങ് പർവ്വതീകരിച്ചിട്ട് UDFനെ അതൊരു ക്യാമ്പയിനാക്കി അത് കേരളത്തിൽ മുഴുവൻ ഒരു മതനേതാവ് മുഖ്യമന്ത്രിയുടെ വണ്ടിയെ കയറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വണ്ടിയെ മതനേതാക്കന്മാർ പലരും കയറി കാണും. അതിനെന്താ അങ്ങനെ മതനേതാവ് ഞങ്ങളോ കയറാറില്ല, രാഷ്ട്രീയക്കാർ കയറാറില്ല. ഇനി ഈ മുഖ്യമന്ത്രിന്റെ കൂടെ ആനയിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടുള്ള കാറിൽ കൊണ്ടുവന്നിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചിട്ട് മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. അതായത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത് എന്നാണ് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേ മുഖ്യമന്ത്രിൻ്റെ കൂടെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സദാസമയം നിന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പുതിയൊരു സ്ട്രാറ്റജി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. CJP CPM BJP ഒരു കൂട്ടുകെട്ട്, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഡ്രൈവിംഗ് നടത്തുന്ന ഡ്രൈവറാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്.